ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യലാണ്. കാരണം നമ്മുടെ ഈ ഒരു തായ്ലൻഡ് ട്രിപ്പ്, നമ്മുടെ ഫുക്കറ്റ് ആൻഡ് കറാബി ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. അങ്ങനെ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. നാളെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയാണ്, ഇറങ്ങിയിട്ടില്ല. എല്ലാവരും ഡ്രസ്സ് ചെയ്തിട്ട് താഴെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വന്നിട്ട് ആ ഒരു തിരക്കിലാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു 4 ഐലൻഡ് ട്രിപ്പാണ് ഐറ്റിനറി പ്രകാരം ആദ്യം കൊണ്ടുപോകുന്നത്. ഐലൻഡ്സ് ഇപ്പോൾ 4 ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഐറ്റിനറി ഉണ്ടായാലും അതിൽ ചെറിയൊരു മാറ്റം വരികയാണെങ്കിൽ ക്ലൈമാറ്റിക് കണ്ടീഷനൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ അസൗകര്യങ്ങൾ വരുമ്പോഴാണ് ചേഞ്ചസ് വരുന്നത്. എങ്കിലും നമ്മൾ ആ ഒരു പുതിയ ഐറ്റിനറി എന്താണോ അതനുസരിച്ചിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ 4 ഐലൻഡ് ടൂർ ബസ് വെയിറ്റിംഗ്. എല്ലാവരും കയറി കഴിഞ്ഞു. ഇപ്പം നമ്മളൊരു ബീച്ച് ഏരിയയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ബസ് ആ ബീച്ച് ഏരിയയുടെ തന്നെ ഒരു പാർക്കിംഗ് ലോട്ടുണ്ട്, ആ ഭാഗത്താണ് പാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അവിടെ നമ്മുടെ വാഹനം നിർത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ എല്ലാവരും തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി കുറച്ചൊന്ന് നടക്കണം. ഒരു 15-20 മിനിറ്റ് നടന്നാലേ നമ്മൾ ആ ബീച്ചിൻ്റെ ആ സൈഡിലേക്ക് എത്തുള്ളൂ. ഈ ബീച്ച് സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മൾ ബോട്ടിൽ കയറിയിട്ട് യാത്ര മുന്നോട്ട് പോകേണ്ടത്. അതായത് ഐലൻഡ് ട്രിപ്പിലേക്ക്, 4 ഐലൻഡ് ട്രിപ്പിലേക്ക് പോകേണ്ടത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പല ഭാഗത്തുനിന്ന് ഞങ്ങളിങ്ങനെ നടന്ന് എല്ലാവരും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ബോട്ട് വരാൻ കുറച്ചുകൂടി സമയമെടുക്കും. ആ ബോട്ടിലാണ് നമ്മൾ ഈ 4 ഐലൻഡിലേക്ക് പോകുന്നത്. 4 ഐലൻഡ്സ് ആണ്. ഒരു സ്ഥലത്ത് പോകുന്നു, പിന്നെ ഒരു സ്ഥലത്ത് പോകുന്നു, പിന്നെ ഒരു സ്ഥലത്ത് പോകുന്നു, ആൻഡ് ദ ലാസ്റ്റ് ഐലൻഡ്. അങ്ങനെയാണ് ഈ 4 ഐലൻഡ് ട്രിപ്പ് എന്ന് പറയുന്ന ഈ ഒരു യാത്ര. ഇനിയിപ്പോൾ എല്ലാവരും ഇവിടുത്തെ ട്രഡീഷണൽ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ടാനായി റെഡിയാകും. തൊപ്പിയൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ തൊപ്പി മുഖം കുറച്ചൊക്കെ സഹായിക്കും. പിന്നെ നമ്മുടെ ഷെയ്ഡ്സ്, ഗ്ലാസ് ഇതെല്ലാം കൂടി ആകുമ്പോൾ ഓക്കെയാണ്. പക്ഷെ കൈയെല്ലാം കംപ്ലീറ്റ് ടാനാകും. ഇപ്പോൾ നല്ല ശാന്തമാണ്. വൈകുന്നേരം ആകുമ്പോൾ ക്ലൈമറ്റ് മാറും, റഫാകും. ഹൈ ടൈഡിൻ്റെ സമയത്തിന് മുന്നേ തിരിച്ചു കയറണം. അങ്ങനെ ഞങ്ങളുടെ 4 ഐലൻഡ് ടൂർ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാവരും തന്നെ വളരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങളെല്ലാവരും ബോട്ടിനകത്ത് അതാത് പ്ലേസിൽ അവിടെയായിട്ട് ഞങ്ങളെല്ലാവരും ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കാണാൻ പോകുന്നത്, ഇനി ഏതൊക്കെ ഐലൻഡ്സിലാണ് പോകുന്നത്, ഇങ്ങനെ എല്ലാവരും ഭയങ്കര ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എക്സ്പെക്റ്റൻ്റ് ആയിട്ട് ഇരിക്കുവാണ്. ഞാൻ ഇതിന് മുന്നേ തായ്ലൻഡ് യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഏകദേശമൊക്കെ ഒരു ഐഡിയ ഉണ്ട് ഏതൊക്കെ ഐലൻഡ്സാണ്, ഐലൻഡ്സിൽ എന്താ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ. പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അങ്ങനെ ആദ്യത്തെ ഐലൻഡിൽ നമ്മുടെ ബോട്ട് എത്തിക്കഴിഞ്ഞു. ഇതാണ് റെയിലേ ബീച്ച് ഐലൻഡ്. ഓരോ ഐലൻഡിലും എത്തുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ബോട്ട് നമ്മുടെ ആ ഒരു സാൻഡ് ഡ്യൂണിൻ്റെ അവിടം വരെ പോകില്ല, കുറച്ച് മാറിയിട്ടാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ ഇറങ്ങുന്നത് നേരെ കടലിലേക്കായിരിക്കും. മാക്സിമം നമ്മുടെ മുട്ടുകാൽ വരെയൊക്കെ ഒരു പക്ഷേ വെള്ളം ഉണ്ടാകാം, എന്നാലും കുഴപ്പമില്ല. അല്പം കാലൊക്കെ നനഞ്ഞാൽ മാത്രമേ ആ വെള്ളത്തിലൂടെ നടന്ന് മാത്രമേ നമുക്ക് ഐലൻഡിൻ്റെ ആ മണൽത്തിട്ടയുള്ള ഭാഗത്ത് എത്താൻ സാധിക്കുള്ളൂ. അത് മോസ്റ്റ് ഓഫ് ദ ഐലൻഡിലും അങ്ങനെ തന്നെ ആയിരിക്കും. ആ ബോട്ട് അത്രയും വരെയല്ലേ വരുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ കുറച്ചൊക്കെ നനയാനൊക്കെ തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് വരേണ്ടതും വന്നിരിക്കുന്നതും. അപ്പോൾ റെയിലേ ബീച്ച് ഐലൻഡിൻ്റെ ആ ഭാഗത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നടന്ന് ഉള്ളിലേക്ക് നടന്നു പോകണം. അപ്പോൾ ഒരു ആദ്യ ഭാഗത്തേക്ക് നടന്നെത്തുമ്പോൾ കുറേ റോക്ക് ഫോർമേഷൻസ് എല്ലാം കണ്ടു തുടങ്ങും. നല്ല രസകരമായ റോക്ക് ഫോർമേഷൻസ് ആണ്. കുറച്ച് കേവ് പോലെ, ഒരു ഗുഹ പോലെ ഉള്ളിലേക്കും ഒക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഉള്ളിലേക്ക് നടന്ന് കാണുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾക്കപ്പുറത്തേക്ക് നമുക്ക് അവിടെ നിന്ന് നല്ല ഫോട്ടോസൊക്കെ എടുക്കാനാണ് തോന്നുന്നത്. കാരണം നല്ല ഒരു ഫോട്ടോ പോയിൻ്റാണ് ഈ ഏരിയ എല്ലാം തന്നെ. നല്ല മനോഹരമായ ഫോട്ടോഗ്രാഫ്സ്, നല്ല മെമ്മറീസ് ആയിട്ട് നമുക്ക് എടുത്ത് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ വീണ്ടും നമ്മൾ നടന്ന് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നടന്ന് പോകുമ്പോഴാണ് നമ്മുടെ ഷാലോ ബീച്ച് സൈഡ് കണ്ടു തുടങ്ങുന്നത്. മനോഹരമായ ഒരു ബീച്ച് ഏരിയയിലേക്കാണ് നമ്മൾ നടക്കുന്നത്. ആ ബീച്ച് ഒരു സൈഡിൽ കാണാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നല്ല ഉയരത്തിൽ വലിയ റോക്സ്, ക്ലിഫ്സ്, എന്താ പറയുക, റോക്ക് ക്ലിഫ്സ് ആയിട്ട് ഇങ്ങനെ കാണാം.
അവിടെ എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ സ്പോർട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ കുറേ കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. അതായത് റോക്ക് ക്ലൈമ്പിങ് ഇങ്ങനെ എന്താ പറയുക, വടമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കയറില്ലേ, ആ തരത്തിൽ റോക്ക് ക്ലൈമ്പിങ്ങിനൊക്കെ ഉള്ള അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നമുക്ക് അഡ്വഞ്ചറസ് ആണ്, നമുക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആക്ടിവിറ്റീസിലും പങ്കെടുക്കാമല്ലോ. ഇപ്പം നടന്ന് കുറേ കേവ്സിൻ്റെ ഫോർമേഷൻസ് കണ്ടല്ലോ, ആ വലിയ പാറ ഇങ്ങനെ ആയി. ഇത് പുളിമരമാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. ഇനി ഇവിടെ ഒരു ലഗൂൺ പാർട്ടുണ്ട്, വേണമെങ്കിൽ ഇറങ്ങാം, വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. നോക്കിയാൽ സോ ബ്യൂട്ടിഫുൾ. അതെല്ലാം കണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ മറു സൈഡിൽ ബ്യൂട്ടിഫുൾ ഒരു ടർക്കോയിസ് കളറിലെ ബ്ലൂ കളർ, എന്താ ഭംഗി അറിയോ, നമ്മുടെ ബ്ലൂ സീ ഇങ്ങനെ കണ്ടു തുടങ്ങുന്നു. നല്ല രസമല്ലേ ഈ ഒരു ബ്ലൂ സീ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു വല്ലാത്ത കുളിർമയാണ് കേട്ടോ. ഒരു പ്രത്യേക തരം ഫീലാണ് കിട്ടുന്നത്. അങ്ങനെ രണ്ടാമത്തെ ബ്യൂട്ടിഫുൾ ഐലൻഡ് ഏരിയയിലെത്തിക്കഴിഞ്ഞു. ഐലൻഡ് ബീച്ച് എന്ന് പറയാം ഈ സ്ഥലമൊക്കെ. ഇതിൻ്റെ ഒരു പ്രത്യേകതയെ കാണുമ്പോൾ തന്നെ അറിയാലോ, രണ്ട് സൈഡിലും കടലാണ്, നടുക്കൊരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ഉണ്ട്, അതാണ് ഈ ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഈ ബോട്ടിൽ നിന്നും പതുക്കെ ഇറങ്ങി, വെള്ളത്തിലേക്ക് ഇറങ്ങി നടന്ന് ഈ ബ്യൂട്ടിഫുൾ ബീച്ച് ഏരിയയിലേക്ക് നടന്നു വന്നു തുടങ്ങി. അപ്പം ഞാനിങ്ങനെ നടന്ന് എത്തുകയാണ് കേട്ടോ ആ ഭാഗത്തേക്ക്. നല്ല രസമുണ്ട്. അയ്യോ എൻ്റെ ദൈവമേ, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊതിയാകും, അത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു സീനറി. ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. ദാറ്റ് ഈസ് 2 സൈഡ്സിലായിട്ട് ഇങ്ങനെ ആ ലഗൂൺ സീയും നടുക്ക് ഇങ്ങനെ ഒരു സാൻഡ് ഡ്യൂണും നല്ല മണൽത്തിട്ട. പക്ഷേ ഈവനിങ് ആകുമ്പോൾ ഹൈ ടൈഡ് വരുമ്പോൾ ഈ വെള്ളം മണ്ണിൻ്റെ ഈ ഒരു നമ്മൾ നിൽക്കുന്ന ആ പ്രദേശം ഉണ്ടാവില്ല, ഫുൾ കവേർഡ് ആയിരിക്കും. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ നടന്ന് പോകാൻ പറ്റും. വാ, എന്ത് ഭംഗിയാല്ലേ. മാൽദീവ്സിലും ലക്ഷദ്വീപിലും പിന്നെ തായ്ലാൻഡിൻ്റെ ഇതുപോലെയുള്ള ക്രാബ് പോലെയുള്ള ഐലൻഡിലും ഒക്കെയാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുക, ഇങ്ങനത്തെ ഒരു കളറിലെ സീ കാണാൻ. ഇത് നോക്കിയാൽ ഇങ്ങനെ നടന്നാൽ അവിടുത്തെ സാൻഡ് ഡ്യൂൺ ഇങ്ങനെ ഇത്രയും ഭാഗത്തുണ്ട്. ഇതിങ്ങനെ രണ്ട് സൈഡിൽ നിന്നും വെള്ളം ഇങ്ങനെ വന്ന് ബീച്ച് ചെയ്ത് നോക്കിയേ, അവിടുന്നും ഇവിടുന്നും മൺതിട്ട ഉണ്ടല്ലോ, ദാറ്റ് ഇസ് വൈറ്റ് സാൻഡിൻ്റെ രണ്ട് സൈഡിലും വെള്ളം ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് വരും. ഓ, സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ആക്ച്വലി പറഞ്ഞാൽ ഇങ്ങനത്തെ ട്രിപ്സ് വരുമ്പോൾ നമ്മൾ സെലക്റ്റീവായിട്ട് തന്നെ വരണം. ദാറ്റ് ഇസ് തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, തായ്ലൻഡ് മീൻസ് ഇറ്റ്സ് ഇങ്ങനെ പ്രത്യേകിച്ച് ക്രാബി ഐലൻഡ്, ഫുക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ വാട്ടർ ആക്ടിവിറ്റീസ് തന്നെ ആയിരിക്കും, ബീച്ചസും വാട്ടറും. അപ്പോൾ അതിനുള്ളൊരു മൂഡുള്ള ആൾക്കാർ തന്നെ ഇങ്ങനത്തെ ട്രിപ്സ് സെലക്ട് ചെയ്യണം. നമ്മുടെ കുറേ ടീം മെമ്പേഴ്സ് ഇവിടെയൊക്കെ ഉണ്ട്, നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ കഴിഞ്ഞിട്ട് അടുത്തൊരു ഐലൻഡിൽ പോകും, പോഡോ ഐലൻഡ്. അവിടെയാണ് ഫുള്ള് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അത് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ അതായിരിക്കും. ഓക്കെ, സോ നൈസ്. രണ്ട് സൈഡിൽ നിന്നും വാട്ടർ എവ്രിവെയർ. ഓ, കുറച്ച് കഴിയട്ടെ, 4 മണിയൊക്കെ കഴിഞ്ഞാൽ ഇത് കാണില്ല, ഫുള്ള് രണ്ടും കൂടി ഒന്നാകും. ഹൈറ്റായിട്ട് ഇത് നോക്കി ആൾക്കാർ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് പകർത്തും. എത്ര ബ്യൂട്ടിഫുൾ ഫോട്ടോസ് എടുക്കാൻ അറിയാം ഇവിടെ. അങ്ങനെ നമ്മൾ ബ്യൂട്ടിഫുൾ ക്രാബി ഐലൻഡ്സിലാണ്. ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഈ എൻ്റെ തിര ഇങ്ങനെ എടുത്തോണ്ട് പോകും, ഈ സൈഡിൽ നിന്ന് ആ സൈഡിൽ നിന്നൊക്കെ ഉണ്ട് തിര. പക്ഷേ വെരി ഷാലോ വാട്ടർ, ഇറ്റ്സ് എ ലഗൂൺ പാർട്ട്. അതാണ് ഈ ഒരു ബ്ലൂ കിട്ടുന്നത്, മനോഹരമായിട്ട്. എല്ലാവരും എൻജോയ് ചെയ്യുന്നു. തിരിച്ചു കയറാനേ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ മനോഹരമായ ബീച്ചിലെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ ബോട്ടിലേക്ക് തിരിച്ചു കയറിയിരിക്കുകയാണ്. അടുത്ത ഐലൻഡിലേക്കുള്ള യാത്ര തുടങ്ങി. ഇവിടെയും കുറച്ച് സമയം മാത്രമേ നമ്മൾക്ക് കിട്ടുള്ളൂ.
കാരണം എന്താ വെച്ചാൽ ഇതൊരു കണ്ടക്റ്റഡ് ഗ്രൂപ്പ് ടൂറാണ്. വരുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ടൈം ഫിക്സ് ചെയ്ത് നമുക്കൊരു 4 ദിവസത്തെ ടൂറാണെങ്കിൽ നമ്മൾ ആ 4 ദിവസത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരു ഐറ്റിനറി ഉണ്ടാകും. അതനുസരിച്ചിട്ട് നമുക്കൊരു ടൈമിംഗ് ഉണ്ടാകും. അത് നമ്മൾ ഫോളോ ചെയ്തിട്ട് എല്ലാം ഒരു ഹറിബറിയിൽ ഓടി ഓടി എത്തുക, കാണുക, പോവുക, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. കാര്യം അവർക്കൊരു സ്റ്റാർട്ട് ടൈമുണ്ട്, ഒരു റീച്ച് ടൈമുണ്ട്, ഒരു റിട്ടേൺ ടൈമുണ്ട്. അത് നമ്മളെല്ലാവരും കീപ്പ് ചെയ്യണം. ഒരു പക്ഷേ ഗ്രൂപ്പിൽ അല്ലാണ്ട് വന്നാൽ, നമ്മൾ ഇൻഡിവിജ്വലായിട്ട് വീട്ടുകാർ മാത്രമായിട്ട് വരും, നമ്മൾ സ്വന്തമായിട്ടൊരു പ്ലാൻ ഇട്ടിട്ട് സ്വന്തമായി ഷെഡ്യൂൾ ചെയ്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ട്രാവൽ ചെയ്യാം. ഒരു ടൈം ബൗണ്ട് ആയിരിക്കില്ല. കാര്യം ഇപ്പോൾ ഒരു പക്ഷേ 4 ഐലൻഡ്സും ഒരു ദിവസം തന്നെ തീർക്കണം എന്നില്ല. നമുക്ക് കുറച്ചുകൂടെ പൈസ ആകുമായിരിക്കും. എങ്കിലും നിങ്ങൾക്ക് ലഷേർലി ആയിട്ട് ഒരു ദിവസം ഒരു ഐലൻഡ് മതി എന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ വരാമല്ലോ. അങ്ങനെ 3ാമത്തെ ഐലൻഡിൽ എത്തിക്കഴിഞ്ഞു. ഇതൊരു ചിക്കൻ ഐലൻഡ് എന്ന് പറയുന്നത്. കാര്യം എന്താ വെച്ചാൽ ചിക്കൻ്റെ ഷേപ്പാണ്. എൻ്റെ ആ ഒരു റോക്ക് ഫോർമേഷൻ കാണാമല്ലോ, ചിക്കൻ്റെ ഷേപ്പ് പോലെയാണ്, ചിക്കൻ്റെ തല പോലെ ആയിരിക്കുന്നത് ആ ഭാഗമല്ല. എന്തായാലും പക്ഷേ ഇവിടെ നമുക്ക് ബീച്ച് ഏരിയയല്ല, ഇതൊരു സ്നോർക്കലിംഗ് പോയിന്റ് ആണ്. ഇവിടെ നല്ല ഷാലോ ലഗൂൺ വാട്ടറാണ്, ബ്യൂട്ടിഫുൾ ബ്ലൂ കളറിലെ വെള്ളമാണ്. അത് ഇവിടെ ഏറ്റവും നല്ല സ്നോർക്കലിംഗ് പോയിന്റ് ആണ്. നമുക്ക് സ്നോർക്കലിംഗ് അറിയുന്നവർക്കും അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മുടെ ബോട്ടിലുണ്ട്. അതിന് പറഞ്ഞു കൊടുക്കാനും ആൾക്കാരുണ്ട്. അത് വെച്ചിട്ട് സ്നോർക്കലിംഗ് നടത്തി കഴിഞ്ഞാൽ താഴേക്ക് പോയാൽ നല്ല ഒരുപാട് മത്സ്യങ്ങളെല്ലാം കാണാം, നല്ല കളർഫുൾ ഫിഷൊക്കെ. ഇവിടെ കുറച്ച് നേരം, ഏകദേശം ഒരു അരമണിക്കൂറോളം ബോട്ടിങ്ങനെ ആങ്കർ ചെയ്തിട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഇതിലിപ്പോൾ സ്നോർക്കലിംഗ് വേണം എന്നുള്ളവരെല്ലാം ബോട്ടിൽ നിന്നും ആ സ്നോർക്കലിംഗ് എക്യുപ്മെൻ്റൊക്കെ ആയിട്ട് വെള്ളത്തിലേക്ക് ചാടുകയാണ്. അങ്ങനെ എന്നിട്ട് അത് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അടുത്ത ഐലൻഡിലേക്ക് പോകുന്നത്. ടീം മെമ്പേഴ്സ് കുറേ പേരിപ്പിട്ട് വെള്ളത്തിൽ ഓരോരുത്തരായിട്ട് തിരിച്ച് വന്നു തുടങ്ങി. താഴെ ഫിഷെല്ലാം കാണാമല്ലോ നന്നായിട്ട്. അപ്പോൾ ഇവിടുത്തെ സ്നോർക്കലിംഗ് ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. നമ്മൾ അടുത്ത ഐലൻഡ്, ദാറ്റ് ഇസ് ദ ലാസ്റ്റ് ഐലൻഡ്, 4ാമത്തെ ഐലൻഡ് ഭാഗത്തേക്ക് വീണ്ടും ബോട്ട് യാത്ര തിരിക്കുന്നു. ആൻഡ് ഫൈനലി നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ 4ാമത്തെ ഐലൻഡ് പോഡോ ഐലൻഡ് എത്തിക്കഴിഞ്ഞു. ഒരു വലിയൊരു സിംഗിൾ റോക്ക് ബീച്ചിൽ നിന്ന് നോക്കുമ്പോൾ കാണാം തല ഉയർത്തി ഇങ്ങനെ നിൽക്കുന്നത്. ആ തല ഉയർത്തി നിൽക്കുന്ന റോക്കാണ് ഈ പോഡോ ഐലൻഡിൻ്റെ ഐഡൻറ്റിറ്റി. അത് കാണുമ്പോൾ ഏത് പടത്തിൽ നിങ്ങളിത് കണ്ടാലും അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, തായ്ലൻഡിലെ പോഡോ ഐലൻഡാണ് ഈ കാണുന്നത്. അങ്ങനെ 4ാമത്തെ ഐലൻഡിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ചിക്കൻ ഐലൻഡും കണ്ടു, അവിടെ സ്നോർക്കലിംഗ് പോയിന്റ് ആയിരുന്നു, അവിടെ കംപ്ലീറ്റ് ആ ഭാഗം. ഇതാണ് പോഡോ ഐലൻഡ്. ദിസ് ഇസ് ദ 4ാമത്തെ, 4th വൺ, ലാസ്റ്റ്. ഇവിടെ നമുക്ക് ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വീണ്ടും വെള്ളത്തിൽ കുറച്ച് നേരം. ഇവിടെ വേണമെങ്കിൽ എഗെയിൻ സ്നോർക്കലിംഗ് ആകാം. ഇവിടെ കുറച്ചുകൂടി ജമ്പ് ചെയ്യണ്ട ബോട്ടിൽ നിന്ന്, അല്ലാണ്ട് നമുക്കിങ്ങനെ കുളിക്കാനൊക്കെ ഇറങ്ങുന്ന പോലെ പോയിട്ട് സ്നോർക്കലിംഗ് ചെയ്യാം. അല്ലെങ്കിൽ വെള്ളത്തിലിങ്ങനെ വെറുതെ കളിച്ച് കിടക്കാം. എന്താ ലഞ്ച് കഴിക്കാൻ പോകണം എല്ലാവരും. അത് കഴിഞ്ഞ് വിശന്നിട്ട് വയ്യ. അത് കഴിഞ്ഞിട്ട് പോഡ, ദാറ്റ് ഇസ് PODA, പോഡ ഐലൻഡ്. ഇത് എല്ലാവരും കയറി വരുന്നു. കുറച്ച് ആൾക്കാർ നേരത്തെ എത്തി, ബാക്കിയുള്ളവർ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ലഞ്ച് ആക്ച്വലി പറഞ്ഞാൽ കുറച്ച് ലേറ്റായി. നമ്മൾ വരുന്ന ടൈം വെച്ച് നോക്കുമ്പോൾ കുറച്ച് ലേറ്റാണ്. എങ്കിലും ഈ ഐലൻഡിലാണ് ഫുഡ് അറേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർക്കിംഗ് ലഞ്ച് പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്ര ഇലാബറേറ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര ഒരു യമ്മി ഒരു ലഞ്ചൊന്നുമല്ല, ഒരു സിമ്പിൾ ഒരു വർക്കിംഗ് ലഞ്ച്. എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രയോറിറ്റി. കാര്യം എല്ലാവരും വിശന്നിരിക്കുവാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകും വേണം. കടലിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് ടൈം കീപ്പ് ചെയ്തില്ലെങ്കിൽ ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ് വരുന്ന കാര്യങ്ങളുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഹൈ ടൈഡ് വന്നു കഴിഞ്ഞാൽ വെള്ളം കുറേ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചുള്ള യാത്ര കുറച്ച് ഡിഫിക്കൽട്ടാകും. ബോട്ടിലാണ് പോകുന്നത്, നമ്മുടെ ആരുടെയും കയ്യിലല്ലല്ലോ കാര്യങ്ങളിരിക്കുന്നത്. അപ്പോൾ ആ സീയുടെ നേച്ചർ മാറുന്നതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മാറും. അപ്പോൾ ആ ഒരു ടൈം കീപ്പ് ചെയ്ത് പോയില്ലെങ്കിൽ അബദ്ധമാകും. അതുകൊണ്ടാണ് എല്ലാത്തിനും ഒരു തിരക്ക് ഫീൽ ചെയ്തത്. ജാസ്മിൻ റൈസാണ് ഇവിടുത്തെ കോമൺ റൈസ്. യെല്ലോ നൂഡിലുണ്ട്, സ്വീറ്റ് ആൻഡ് സോൾട്ട് ചിക്കൻ, എല്ലാത്തിലും ധാരാളം വെജിറ്റബിൾസ് ഇടും. പിന്നെ അതിനകത്ത് ചിക്കൻ ഗ്രീൻ കറി, അതാണ് എൻ്റെ ഒരു ഗ്രേവി ലൂസായിട്ട് ഇങ്ങനെ ഗ്രേവിയൊക്കെ ആയിട്ട്. ഇതെല്ലാം ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പേര് വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇവിടെ കുറച്ച് സമയം, ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ സ്പെൻഡ് ചെയ്യണമെന്ന് നേരത്തെ പ്ലാൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സമയം പോയതേ അറിഞ്ഞില്ല. എല്ലാവരും സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും വി ഹാഡ് റിയൽ ഫൺ എന്ന് തന്നെ പറയാം. നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലൊരു കുട്ടി, എന്താ പറയുക, ഒരു കുട്ടി മനസ്സുണ്ടാവുമല്ലോ, ഒരു ചൈൽഡ് ആ ഒരു
എക്സൈറ്റ്മെൻറ്റും ഒക്കെ ചൈൽഡ് ലൈക്ക് ഫീലാണ്. അതിങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരിലും അത് വെളിയിൽ വരും. അതുകൊണ്ട് വെള്ളത്തിൽ കിടന്ന് ചാടുന്നു, തുള്ളുന്നു, കളിക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും കിട്ടുന്നത്. എനിക്കിത് ഭയങ്കര സന്തോഷം നൽകിയ കുറച്ച് നിമിഷങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ തിരിച്ചു പോകാനേ തോന്നുന്നില്ല. പക്ഷേ ടൈം ഷെഡ്യൂൾ കീപ്പ് ചെയ്തില്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ കടലിങ്ങ് കയറും. അപ്പോൾ നമുക്ക് തിരിച്ച് ബോട്ടിലേക്ക് നടന്നാണല്ലോ കയറേണ്ടത്. കുറച്ച് ഡിഫിക്കൽട്ട് ആകും. അതുകൊണ്ട് തന്നെ കുറച്ച് പാടാകും. നോക്കിയേ, സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇപ്പോൾ ക്രാബിയിലെ പല പല ഐലൻഡ്സും ഫുക്കറ്റിലെ ഐലൻഡ്സ് ആണെങ്കിൽ ഇതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നല്ല ലഗൂൺ സ്റ്റൈൽ ബ്ലൂ, ടർക്കോയിസ് ബ്ലൂ, ബ്യൂട്ടിഫുൾ ഒരു ബീച്ച് ഏരിയാസാണ്. എന്തായാലും എല്ലാവരും കറക്റ്റ് സമയത്ത് തിരിച്ച് ബോട്ടിൽ കയറി കഴിഞ്ഞു. നമ്മളുടെ റിട്ടേൺ ജേർണി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഫോർ ഐലൻഡ് ട്രിപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചെത്തിയിരിക്കുകയാണ്. എല്ലാവരും ടയർഡായി, വെള്ളത്തിൽ കിടന്ന് കളിച്ച് മറിഞ്ഞു. അയ്യോ രക്ഷയില്ല. അതെ, കറക്റ്റ് ടൈമിന് തന്നെ എത്തി എല്ലാവരും. നമ്മൾ ഇന്ന് ഇച്ചിരി കറക്റ്റായിട്ട് ഇറങ്ങി, അതുകൊണ്ട് ഹൈ ടൈഡ് ആവണതിന് മുമ്പേ എത്തി. ഇനി തിരിച്ച റൂമിൽ പോയി കുളിച്ച് ഫ്രഷ് ആവണം, തല ഷാമ്പൂ ചെയ്യണം. ഉപ്പുവെള്ളത്തിലായിരുന്നല്ലോ ഇത്ര നേരം. അപ്പോൾ നമ്മുടെ ക്രാബിയിലെ ലാസ്റ്റ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം ഇത്. നാളെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്ന് പറ്റുമെങ്കിൽ ഒരു നൈറ്റ് മാർക്കറ്റിലും കൂടി ഒരു ട്രഡീഷണൽ ഓൾഡ് നൈറ്റ് മാർക്കറ്റ് ഉണ്ട് ഇവിടെ. അതും കൂടെ കണ്ടുപിടിച്ച് പോകാൻ പറ്റിയാൽ പോകും. എന്നിട്ട് പിന്നെ പാക്കിംഗ് നാളെ രാവിലെ തന്നെ ചെക്ക് ഔട്ട് ആൻഡ് ഗോയിങ് ടു ദി എയർപോർട്ട്. ഞങ്ങൾ നൈറ്റ് ഔട്ട് ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് പോകാൻ നൈറ്റ് കുറച്ച് ഷോപ്പിങ്ങിനും പിന്നെ എന്താ നല്ല കാഴ്ചകളും അതെ എല്ലാവരും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുകയാണ്. ഞങ്ങൾ ഹോട്ടലിൽ ഇരിക്കുന്നില്ല, പുറത്തേക്ക് ഇറങ്ങി. ബാക്കി എല്ലാവരും അവിടെ റെസ്റ്റ് എടുക്കും. എല്ലാം മറ്റേ വെള്ളത്തിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് ടയർഡായി, പക്ഷെ കുളിച്ച് റെഡി ആയിട്ട് ഇറങ്ങിയതാണ്. ഓക്കെ, നടക്കാം അല്ലേ. ഈ പല ടൈപ്പ് ഉണ്ട് അല്ലേ റെസ്റ്റോറൻറ്റ്സ്. ഇവിടെ പബ്സ് ഉണ്ട്. ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. ഇത് നോക്കൂ, ബീറ്റ്സ്, കഞ്ചാവ്, തായ് മസാജ് വിത്ത് ഹെർബൽ കംപ്രസ്. ഇത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് കേട്ടോ, ഇന്ത്യൻ ഫുഡ്. തായ് മസാജസ്. തായ് മസാജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് മസാജ് ആകാം, ബോഡി ഫുൾ മസാജ് ആകാം. ഇത് പല ടൈപ്പ് ഓഫ് മസാജസ് ഉണ്ട് ഇവിടെ. കഞ്ചാവ് കട, യെസ്. ഇത് മുക്കിനുണ്ട്, ഒരു കുഴപ്പമില്ല, ഇഷ്ടം പോലെ. ദിസ് ഇസ് വെരി കോമൺ ഹിയർ. ഇവിടെ ഇത് ലീഗലാണ്, കുഴപ്പമില്ല. വീടുണ്ട് 150 തൊട്ട് 400 ബാർത്ത്. ഫ്രീ റോൾ, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. റോൾ ചെയ്ത് ചുരുട്ട് പോലെ ആക്കി തരാം. അത് 150, അത് വലിക്കണമായിരിക്കും അല്ലേ. പിന്നെ ബ്രൗണി വാങ്ങിച്ച് കഴിച്ചാൽ മതി. കുക്കിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. 1 ഗമ്മീസ് ആയിട്ടുണ്ട്. 200 മുതൽ 250 ബാർ. ഇഷ്ടംപോലെ ടുക്കൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ കട അടച്ചിരിക്കുന്നല്ലോ, പക്ഷേ കുറവല്ലേ ഇവിടെ? കുറവാണ്, പക്ഷെ അങ്ങോട്ട് ഫ്രൂട്ട് ഷോപ്പ്. റോസ് ആപ്പിള്, സപ്പോട്ട, ജുജുബി. ഇത് ഇവിടുത്തെ എന്ത് ഫ്രൂട്ടാണോ? ഡ്രാഗൺ ഫ്രൂട്ട്, പപ്പായ, മാംഗോ ഇസ് വെരി വെരി സ്വീറ്റ്. സ്നേക്ക് ഫ്രൂട്ട് കഴിക്കണമെന്നുണ്ടോ ആർക്കെങ്കിലും? ട്രയല് സ്നേക്ക് ഫ്രൂട്ട് ഒരെണ്ണം മേടിച്ചിട്ട് കഴിച്ചത്. ഇത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സ്കിൻ കണ്ടാലേ ഒരു സ്നേക്ക് സ്കിൻ പോലെ എന്തോ ഒരു ഒരെണ്ണം കഴിച്ച് നോക്കാം. ഓക്കെ, വിൽ ബൈ. ഇവിടെ പിന്നെ കുറച്ച് ഡ്രൈ സാധനങ്ങൾ. നമ്മുടെ ചക്ക ഉണക്കി വെച്ചിരിക്കുന്നു. യെസ്, ദാറ്റ് ഇസ് ദ സ്നേക്ക് ഫ്രൂട്ട്. അതിൻ്റെ സ്കിൻ ചെയ്യുന്നു. എൻ്റെ സ്കിന്ന് കണ്ടാൽ ഭയങ്കര മുള്ളു പോലെയൊക്കെ. അയ്യോ, ഭയങ്കര നാരുണ്ട്. എന്താ ടേസ്റ്റ് എന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, യെസ്. ചക്കക്കുരുവിലേക്ക് കഴിച്ചിട്ട് പറഞ്ഞാൽ എന്താണ് സംഭവം? വാട്ട് ടേസ്റ്റ്? ചക്കയുടെ ടേസ്റ്റാ? കടിക്കുമ്പം നമ്മുടെ പശുമാങ്ങയുടെ ഒരു ഇൻസ്റ്റന്റ് കിറ്റ്. ചെറിയൊരു സാർ പുളിയുണ്ടോ? ചെറിയൊരു കവർപ്പും ചവർപ്പുണ്ടോ? എന്താണ് അഭിപ്രായം? ചെറിയൊരു പുളിപ്പും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ചക്കയുടെ ഒരു ചെറിയൊരു കണ്ടു കഴിഞ്ഞാൽ ആദ്യം കാണുമ്പോൾ ഒരു ചക്കക്കുരു മാതിരി ഇച്ചിരി ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അകത്തോട്ട് കടിക്കുമ്പോൾ ജ്യൂസി ആകും അല്ലേ? ജ്യൂസി ആകും. ഇനി ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്തു. ഇത് പഴുത്തത് പോരാത്തത് കൊണ്ടാണോ ചക്കക്കുരു പോലെ ഇരിക്കുന്നത്? അല്ല,
അകത്തോട്ട് സോഫ്റ്റാണ്, ചക്കയുടെ ടേസ്റ്റാണ്. അങ്ങനെ സ്നേക്ക് ഫ്രൂട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ കൊള്ളാം. ഓവറോൾ ഒരു കുറേ മിക്സ്ഡ് ഒരു ഫ്രൂട്ടാണ് ടേസ്റ്റ് വരുന്നത്. എല്ലാം ഇങ്ങനെ ഫ്രൂട്ട്സ് മേടിച്ച് കഴിച്ചുകൊണ്ട് നടക്കുന്ന നോക്കിയതേ വെളിയിൽ നിന്ന് വന്ന ഫോറിനേഴ്സൊക്കെ കുറേ വാങ്ങിച്ചിട്ട് അവരിങ്ങനെ കഴിച്ചു നോക്കുകയാണ്. ന്യൂ എക്സ്പെരിമെൻറ്റ്സ്. ഇത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്നു, തായ് ഫുഡ് കിട്ടും, എല്ലായിടും കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ്. എന്തുമാത്രം ടൂറിസ്റ്റുകളാണ് നോക്കിയേ. അവരെല്ലാം ഇവിടെ പല സ്ഥലത്തായിട്ട് താമസിച്ചിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയാണ്. ഇവിടെ 2 വീലേഴ്സൊക്കെ റെൻറ്റിന് കിട്ടും. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നടക്കാൻ വയ്യാത്തവർക്കും കറങ്ങാൻ പോകാം. ഇങ്ങനത്തെ ഒക്കെ വാടകയ്ക്ക് കിട്ടും കേട്ടോ, മൂവ് ചെയ്യാനായിട്ടോ. വീൽ ചെയർ പോലെ മൂവിങ് വീൽ ചെയർ, അവർക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാം. അത് വേണമെങ്കിൽ യെസ്. നല്ല രസമുണ്ട്. അഗെയിൻ ഫ്രൂട്ട് ഷേക്ക് ആൻഡ് കോഫി ഷോപ്പ്. കുഞ്ഞു കുഞ്ഞു ഷോപ്സ് അകത്തോട്ടുണ്ട്. അതെ ഷോപ്പിങ്ങിൻ്റെ സ്ഥലം എത്തി. നമ്മുടെ സ്വർഗരാജ്യം. നല്ലൊരു ബുദ്ധനെ ഇതെങ്ങനെയുണ്ട്? ഗണപതിയുണ്ട്, ബുദ്ധനും ഉണ്ട് എല്ലായിടത്തും. എവിടെ ചെന്നാലും അത് രണ്ടും നമുക്കില്ല, ഒരുപാട് കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഗണപതിയെ നോക്കി. പെൻഷിംസ് ഒരുപാടുണ്ടല്ലോ ഇവിടെ. നൈസ് സൗണ്ട്. പ്രൈസ് ഇസ് റിട്ടൺ 180 എന്ന് പറഞ്ഞത്. സെറാമിക് ഹാൻഡ് പെയിന്റഡ് എലിഫൻസ് 180 എല്ലാം അത് തന്നെയാണ് വില. ഹസ്കി സോ ക്യൂട്ട്, അതൊക്കെ 270. പല ടൈപ്പ് ഓഫ് പട്ടികളുണ്ട്. ഇതെല്ലാം സെറാമിക് ഹാൻഡ് പെയിന്റഡ് വൺസ്. ഷർട്ട്സ്, ഡ്രസ്സസ്. ക്രോക്സിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. 100 ബാറ്റ്. ഇതിവിടെ ടാറ്റു, ബാഗ്സ്. ഈ ഷോപ്പിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്, പക്ഷെ ഒരു വില പറയുന്നത്. ഇത് പുടുബേബിക്ക് വേണ്ടി സ്മോൾ. Okay. Okay. Now I keep your price. തകർത്ത് Okay. I say okay. But this I cannot do 100 baht. പറ്റില്ല എന്ന് പറയുന്നത്. അത് 40. You can give for 100. 3 പീസ്. മിറേഴ്സ് 150. വളകൾ ബ്രേസ്ലെറ്റ് ടൈപ്പ് 180. 3 ബാഗ്സ് അതെല്ലാം 100 സെയിലാണ്. 100 വലിയ കുഴപ്പമില്ല. ഇതിന് എത്രയാണോ? ഇത് കുറച്ച് നല്ലതാ. ഇതെല്ലാം നല്ലതാണ്. തായ്ലാൻഡ് ബാഗ്സ് ബ്യൂട്ടിഫുൾ. ടോട്ട് ബാഗൊക്കെ നോക്കി. കിഡ്സിൻ്റെ. അയ്യോ, മനസ്സിലായി. കുട്ടി സാധനം. 4 എടുക്കുകയാണെങ്കിൽ 400. പേഴ്സുകളാണ് പല വിലയ്ക്കുണ്ട്. 200 ഉണ്ട്. 3 200 ബാട്ട്. 1 is 80. ഇത് 80 ആണ്. ഒരെണ്ണത്തിന് 80. അങ്ങനെ പല സ്റ്റാൻഡേർഡ്, പല സൈസ്. കൊള്ളാം, ഭംഗിയുണ്ടല്ലേ. ട്രഡീഷണൽ തിങ്സ്. ഇതാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും ഫാഷൻ ക്ലിപ്സ്. ഇതെല്ലാം ഇങ്ങനത്തെ സിമിലർ ഷോപ്സാണ്. എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇതിപ്പോൾ ഫുഡിൻ്റെ ഏരിയയിലേക്ക് കടക്കുന്നു. ചിക്കൻ ക്രാബ് സൂപ്പ് അല്ലേ ഇവിടുത്തെ വളരെ ഫേമസ്. ഇത് നോക്കിയാൽ നല്ല ഫ്രഷായിട്ട്. അടിപൊളി. നോക്കാം ഫിഷിൽ യെസ്. അതെ ഒരു സോസ് ഭയങ്കര ടേസ്റ്റ് എങ്ങനെ ചെയ്ത് കിട്ടുന്നു. ഗ്രില്ല് ചെയ്യുന്നു നോക്കിയേ. ഗ്രില്ല് ചെയ്തിട്ട് സോസ് ഉണ്ടാക്കി അതിൽ സീ ഫുഡാണ് ഇവിടെ കംപ്ലീറ്റ്. ഫ്രൈഡ് ചിക്കൻ യെസ്. സാമ്പിളായിട്ട് വെച്ചിരിക്കുന്നു. കോക്ടെയിൽസ്, ജിൻ ബേസ്ഡ് കോക്ടെയിൽസ്. ഇവിടെ കംപ്ലീറ്റ് തുണിക്ക് ബാർഗെയിൻ ചെയ്ത് മരിക്കുന്നു. ഇവിടെ ശ്രീചരണ്ടെടുത്ത് ഞാനൊരു 3 എടുത്തു. ഇവിടെ 2-3 ആൾക്കാർ ഇവർ 2 കൂടെ വീണ്ടും എടുത്തോണ്ടിരിക്കുന്നു. നോൺ സ്റ്റോപ്പ് ഷോപ്പിംഗ് എല്ലാവരും. എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. കുറച്ച് താങ്ക് യു പറയൂ തായില്. പ്ലീസ് എവിടെയാ? പ്ലീസ് എന്താ പറയാ? ഹൗ ടു സേ പ്ലീസ്? എന്താ? ഡൈപ്ലോ. ഓക്കെ, ഡൈപ്ലോ. എല്ലാ 4 പെണ്ണുങ്ങളും കൂടെ ഇത് ഡൈപ്ലോ വിളിച്ച് കളിക്കുകയാണ്. ഡൈപ്ലോ. രക്ഷയില്ല, അനങ്ങുന്നില്ല. 600 300 വെച്ച് 600 and this you are not reducing. 250. ഓണസ്റ്റി കൂടിപ്പോയി ഇദ്ദേഹത്തിന്. അപ്പോൾ 1000 അല്ലേ? 1000. This is 1000 and 1300 total. 16. 16. Oh, okay, 16. Okay. So you can make it on the 1500, no? Round it. I know a profit, but I have profit. The all selling is I have profit 150 only. No profit. I wanted the brand for sure. I not charge for you. 1600 total. കുറയ്ക്കണം, ഭയങ്കര പിശിക്കൻ തരുന്നില്ല. കപ്പൻ ഖാ അല്ലേ? കപ്പൻ ഖാ ഇങ്ങനെ തന്നെ പറയും. കപ്പൻ ഖാ
ഓക്കെ താങ്ക് Behel യു. is Kapun Kap. കപ്പൻ കാപ്പ്. Behel is Kapun Kap. കപ്പൻ കാ. നമ്മുടെ ഷോപ്പിംഗ് എല്ലാം ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്ക് ഇരുന്ന് കഴിക്കാം. റെസ്റ്റോറൻറ്റിൽ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു ഇതിൽ പോവാം. നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോകണം. അത് അവിടെ കൊള്ളാം. തന്തൂരി ഗ്രിൽ, അതൊരു നൈസ് ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്. കുഴപ്പമില്ല. ഞങ്ങൾ തന്തൂരി ഗ്രിൽ എന്ന് പറയുന്ന ബാർ ആൻഡ് റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഇവിടെ നല്ല ഇന്ത്യൻ ഫുഡും കിട്ടും, യൂറോപ്യൻ ഫുഡ് കിട്ടും, പാസ്ത, തായ് ഫുഡ്. ഇന്ത്യൻ അല്ല, ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന തായ് തന്നെ ആയിരിക്കും. ഇങ്ങനെ ഈ ഒരു സ്ട്രീറ്റിൽ തന്നെയാണ്. പിന്നെ പോകുമ്പോൾ കാണാം എന്തുമാത്രം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അറിയോ. അവർ രണ്ടുപേരും അവിടെ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കണു. അതെ, ശ്രീജ വേറൊരു സാധനം വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ അങ്ങോട്ട് അടുത്തൊരു കടയിൽ പോകുന്നു. അവരവിടെ മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ സ്ഥലത്ത് നിൽക്കുന്നു. ഞാനിവിടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് സീറ്റിലിരിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കറങ്ങി ഇപ്പോൾ 7-11 നിൽക്കുകയാണ്. ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് കാര്യങ്ങൾ. നാളെ തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ ബാഗെല്ലാം മേടിച്ചു. പുതിയ ബാഗ് മേടിച്ചു. ദിസ് ഇസ് അവർ ന്യൂ ബാഗ്. ഇറ്റ്സ് നൈസ്. ആരും കുറയ്ക്കുന്നില്ല. നമ്മളെല്ലാവരും ലാസ്റ്റ് മിനിറ്റ് കുറേ മേടിച്ചു കൂട്ടുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാം നമ്മുടെ ഹോട്ടലിന് അടുത്താണ്. യെസ്, ലോട്ട് ഓഫ് തിങ്സ്. ഇന്നത്തെ കറക്കം, ലേഡീസ് കറക്കം ഒക്കെ കഴിഞ്ഞു. ഇന്നത്തെ മാത്രമല്ല, നമ്മൾ നാളെ പോകല്ലേ. സോ നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ട്രിപ്പ് ഇന്ന് അവസാനിക്കുന്നു എന്ന് തന്നെ പറയാം. നാളെ തിരിച്ച് എയർപോർട്ടിലേക്ക്. ടുഡേ റിട്ടേണിങ് രാവിലെ 10. എത്ര മണിക്കാണ് ഇവിടെ നിന്ന്? 10 മണിക്കല്ലേ നമ്മുടെ ഇവിടെ നിന്നുള്ള ഊണെന്ന് പറഞ്ഞാൽ? 10 o'clock. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി റൂമിൽ. എല്ലാവരും അപ്പന റൂമിലേക്ക് പോയി. ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. 10 മണിക്ക് നമ്മൾ താഴെ റിസപ്ഷൻ്റെ അവിടെ എത്തണം. എല്ലാവരും അവിടെ വരും. അപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞിരിക്കുകയാണ് 10 o'clock റിപ്പോർട്ട്. നേരെ അത് കഴിഞ്ഞാൽ നമ്മുടെ ബസ്സിൽ തന്നെ എയർപോർട്ടിലേക്ക് പോകും. ഇവിടെ നിന്നൊരു ½ an hour ഉള്ളൂ ഇവിടുത്തെ എയർപോർട്ട്. അപ്പോൾ തിരിച്ചു പോകുന്നത് ഞങ്ങൾ ക്രാബി എയർപോർട്ട് ടു മലേഷ്യ, കുലാലംപൂർ എയർപോർട്ട്. ഒരു 4 hours. അത് കഴിഞ്ഞിട്ട് എയർപോർട്ടിലൊരു 4-5 മണിക്കൂറിൻ്റെ സ്റ്റോപ്പ് ട്രാൻസിറ്റ് ടൈമുണ്ട്, വെയിറ്റിംഗ്. അത് കഴിഞ്ഞിട്ട് കൊച്ചിയിലേക്കുള്ള മടക്കയാത്ര. ഇങ്ങോട്ട് വന്ന് ഫുക്കറ്റ് വഴി വന്നു. അതുകൊണ്ട് നമ്മൾ ക്രാബി ടു ഡയറക്റ്റ് കൊല്ലാലംപൂർ. കൊല്ലാലംപൂരിൽ നിന്നും കൊച്ചിയിലേക്ക് എയർപോർട്ടിൽ നമ്മളൊരു 4-5 മണിക്കൂർ ട്രാൻസിറ്റ് ടൈം വെയിറ്റ് ചെയ്യണം. അവിടെ ഇങ്ങനെ കറങ്ങി നടക്കാൻ എയർപോർട്ടല്ലേ, എന്തെങ്കിലുമൊക്കെ വിൻഡോ ഷോപ്പിംഗ് ആണെങ്കിൽ. ഇനി ഷോപ്പ് ചെയ്യാനായിട്ട് എൻ്റെ അമ്മേൻ്റെ പെട്ടിയിൽ സ്ഥലമില്ല. ഓക്കെ, അപ്പോൾ സന്തോഷം. നല്ലൊരു ജേർണി ആയിരുന്നു. എല്ലാവരും ഒരുവിധം നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറയാം. എന്തായാലും ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇനി അടുത്തൊരു ഡെസ്റ്റിനേഷൻ അനൗൺസ് ചെയ്യും ഞാൻ. അധികം താമസിക്കാതെ നമ്മുടെ ലേഡീസ് ഓൺലി ട്രിപ്പ്. അടുത്ത ട്രിപ്പ് ലേഡീസ് ഓൺലി മാത്രമായിരിക്കില്ല, ഫാമിലി ആയിട്ട് വരുന്നവർക്കും വരാം. പിന്നെന്താ പറയുക, ഓക്കെ, അങ്ങനെ കുട്ടികളായിട്ടൊക്കെ വരാം. എല്ലാം ചെയ്യും. ആ രീതിയിലേക്ക് കണ്ടുപിടി. അപ്പോൾ 2 കാറ്റഗറി ഓഫ് ആൾക്കാരും ഉണ്ടാവും. ഇപ്രാവശ്യം 2 ഫാമിലി ഉണ്ടായിരുന്നു നമ്മളോടൊപ്പം. അവർ അവരുടേതായ ഒരു സ്റ്റൈലിൽ, നമ്മൾ ലേഡീസ് ഓൺലി വേറൊരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നടക്കും. രസമാണ്. പക്ഷേ കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ പരസ്പരം കാണുകയും ചെയ്യും, കഴിക്കുന്ന സമയത്തോ അങ്ങനെയൊക്കെ. ഓക്കെ, ഷോപ്പിംഗ് എല്ലാം അപ്പന സ്റ്റൈലിൽ ഇങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞ് നമ്മൾ ഇഷ്ടത്തിന് അങ്ങ് നടക്കുകയായിരുന്നു. അതിന് പ്രത്യേകിച്ച് ഒരു ഓർഡറൊന്നുമില്ല. നമ്മൾ ഈ സൈറ്റ് സീയിങ് മാത്രമാണ് കറക്റ്റായിട്ട് എല്ലാവരും ഒന്നിച്ച് പോവുക വരിക അങ്ങനെ. അപ്പോൾ നമ്മളുടെ മനോഹരമായ ഒരു ക്രാബി യാത്ര കഴിഞ്ഞ് നമ്മളെല്ലാവരും ഫുക്കറ്റ് ആൻഡ് ക്രാബി. സോ വി ആർ ഓൾ ഗോയിങ് ബാക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകണു. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും പോകാം.
അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. ലവ് യു ഓൾ.